അവിടെ ഒരു കൃഷിസ്ഥലം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ഒരു സാഹചര്യം. എത്ര വലിയ ദുരന്തമാണ് ഒരു നാടിനുണ്ടായത് എന്നറിയാൻ അവിടെ നിൽക്കുന്ന ആ ഇടം മാത്രം മതി. പ്രധാനമന്ത്രി അവിടെ നേരിട്ട് അവിടേക്ക് വന്നു. വെള്ളാർമല സ്കൂളിനെ വീണ്ടെടുക്കേണ്ട വെള്ളാർമല സ്കൂളിനെ, ആ സ്കൂളിലേക്കാണ് തനിക്ക് ആദ്യം എത്തേണ്ടതെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ആ സ്കൂളിൻ്റെ പിന്നിലുള്ള ഭാഗങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നു. വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവശേഷിക്കുന്ന കെട്ടിട ഭാഗങ്ങളുണ്ട്. ആ സ്കൂളിൻ്റെ മുൻഭാഗം മുഴുവൻ തകർന്നു പോയിരിക്കുകയാണ്. വെള്ളാർമല സ്കൂളിൻ്റെ മുന്നിലേക്ക് പ്രധാനമന്ത്രി എത്തണമെന്നാവശ്യപ്പെടുകയായിരുന്നു. അതിനുശേഷമായിരിക്കും അദ്ദേഹം ബെയിലി പാലത്തിലേക്ക് പോവുക. ആ ദുരന്തമുണ്ടായ ഇടങ്ങളിലേക്ക്, ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ താമസിച്ചിരുന്ന ഇടങ്ങളിലേക്ക് പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അങ്ങ് നൽകുന്ന ഈ ആശ്വാസം വളരെ വലുതാണ്. ആ ദുരന്തത്തിലെല്ലാം ഇല്ലാതായ മനുഷ്യരുടെ അവർ ജീവിച്ചിരുന്ന ഇടത്തിലേക്കാണ് താങ്കളിപ്പോൾ വന്നു നിൽക്കുന്നത്. അവിടെ പാറക്കൂട്ടങ്ങൾ കൂടിക്കിടക്കുന്ന ഇടത്ത് അവിടെ കുറേ മനുഷ്യർ ജീവിച്ചിരുന്നു. അവിടെ കുറേ മനുഷ്യർക്ക് വീടുകളുണ്ടായിരുന്നു, സ്വത്തുണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് ഒരുമയോടെ സമഭാവനയോടെ ജീവിച്ചിരുന്ന ഇടമാണത്. മതിലുകൾ ഉണ്ടായിരുന്നില്ല ആ മനുഷ്യർക്ക്. പക്ഷേ ആ മതിലുകൾക്കും അപ്പുറം ഒഴുകിയെത്തിയ മലവെള്ളം ആ മനുഷ്യരുടെ ജീവിതങ്ങളെല്ലാം കൊണ്ടുപോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വെള്ളാർമല സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഇതിന് തൊട്ടപ്പുറത്തായാണ്. അവിടേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അതിനുശേഷമാണ് ദുരന്തമേഖലയിൽ ബെയിലി പാലം നിർമ്മിച്ച ഇടത്തേക്ക് പ്രധാനമന്ത്രി എത്തുക. മുണ്ടക്കൈ ഭാഗത്തേക്ക് ഒഴുകുന്ന ഇടങ്ങളിൽ എത്രമാത്രം നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് അവിടെ എത്തിക്കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇനിയിപ്പോൾ വെള്ളാർമല സ്കൂളിൻ്റെ പുനർനിർമ്മാണമാണ്. വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കുന്നത് ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ളത് സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്ക് മേപ്പാടി സ്കൂളിൽ താൽക്കാലിക വിദ്യാഭ്യാസം നൽകുന്നു. എന്നാൽ ആ പ്രദേശം നേരിട്ട ദുരന്തത്തിൻ്റെ ആഴം നോക്കൂ. ഇപ്പോൾ 10 ദിവസം പിന്നിട്ട് 11ാമത്തെ ദിവസമാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. ഇന്നും ആ ശേഷിപ്പുകൾ നമ്മുടെ ഉള്ളിൽ ഒരു വിങ്ങൽ ഉണ്ടാക്കുന്ന കാഴ്ചകളായി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വെള്ളാർമല ഇല്ലാതായി. വെള്ളാർമല സ്കൂളിൻ്റെ പിന്നിലുണ്ടായിരുന്ന വീടുകൾ, ആ വീടുകൾ താമസിച്ചിരുന്ന മനുഷ്യർക്ക് ഇനി ഒരിക്കലും തങ്ങൾ കെട്ടിപ്പൊക്കിയ 30 വർഷത്തോളം എസ്റ്റേറ്റിൽ പണിയെടുത്തിരുന്ന മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത വീടുകളാണ് അതൊക്കെ. 1-2 വർഷത്തിനുള്ളിൽ വന്ന് താമസിച്ചവരല്ല, വർഷങ്ങളായി താമസിച്ചിരുന്ന മനുഷ്യരാണ് അവിടെയൊക്കെ. അവർക്കിനി ഒരുക്കുന്ന ആവാസ വ്യവസ്ഥിതി, അത് അവർ താമസിച്ചിരുന്ന ഇതുപോലെ സുന്ദരമായ ഒരു പ്രദേശമായിരിക്കുമോ? അതാണ് മനസ്സിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ തകർന്നു കിടക്കുന്ന അവശേഷിപ്പുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്നുമില്ലാതായി പോയ ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നടന്നു നീങ്ങുന്നത് ആ വഴി പോലും രൂപപ്പെട്ടത് ഈ ദുരന്തത്തിൻ്റെ ബാക്കിയായാണ്. അവിടെയും ഉണ്ടായിരുന്നു കല്ലും മണ്ണുമെല്ലാം. യന്ത്രക്കൈകൾ കോരിയെടുത്ത് മാറ്റിയതിൻ്റെ അവശേഷിപ്പുകളാണ് നമ്മൾ കാണുന്നത്. വലിയ മരങ്ങളും മരക്കഷണങ്ങളും ഒപ്പം വലിയ പാറകളും എല്ലാം ഒഴുകിയെത്തിയ, മുണ്ടക്കൈയിൽ നിന്നുമൊക്കെ ഒഴുകിയെത്തിയ പ്രദേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക്, ദുരന്ത ഭൂമിയിൽ പെട്ടുപോയ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ തുടർ വിദ്യാഭ്യാസം ഇപ്പോൾ മേപ്പാടി സ്കൂളിൽ അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഒരുക്കുന്നുണ്ട് എന്ന ഉറപ്പ് അത് അധികൃതർ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് നൽകുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ തുടർ വിദ്യാഭ്യാസം അത് ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി അവരോട് നിർദ്ദേശിക്കുന്നുണ്ട്. വെള്ളാർമല ആ സ്കൂളിനെ തിരിച്ചു പിടിക്കുന്നതിന് പ്രാമുഖ്യം നൽകണമെന്നത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശിക്കുകയാണ്. ജില്ലാ അധികൃതർ, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ എല്ലാവരും ഈ ദുരന്തത്തിൻ്റെ വിലയിരുത്തൽ നടത്തി. ADGP MR അജിത് കുമാറിനെ നമുക്ക് കാണാം. അദ്ദേഹവും ഒപ്പം ചീഫ് സെക്രട്ടറിയുമാണ് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒപ്പം തന്നെയുള്ളത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രധാനമന്ത്രിക്കൊപ്പം ദുരന്ത മേഖലയിൽ നടന്ന് കാണുന്നുണ്ട്. അവിടുത്തെ ദുരന്തത്തിൻ്റെ വ്യാപ്തി തൊട്ടറിയുന്നുണ്ട്. എത്രമാത്രമാണ് ഒരു നാടിന് നേരിട്ട ദുരന്തത്തിൻ്റെ ആഴമെന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബെയിലി പാലത്തിലേക്കാണ് പ്രധാനമന്ത്രി പോവുക. 25 മിനിറ്റ് സമയമായിരിക്കും പ്രധാനമന്ത്രി അവിടെ ഉണ്ടാവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു ദുരന്തം നമ്മളെ ഒരുമിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേണ്ടത് ആ ദുരന്തത്തിൽ നമ്മെ ഒരുമിപ്പിച്ച് ചേർത്ത ആ മനുഷ്യരുടെ വിലാപങ്ങൾക്കപ്പുറം അവിടെ അവശേഷിക്കുന്ന മനുഷ്യർക്ക് അതിജീവനത്തിനുള്ള മാതൃകയൊരുക്കുക എന്നതാണ്. ആ അതിജീവനം ഏറ്റവും മികച്ച രീതിയിൽ നടപ്പാക്കുക എന്നതാണ്. അതിനായാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വെള്ളാർമല ഭാഗമാണ്. ആ ദുരന്ത ബാക്കി എത്രമാത്രമാണ്, വയനാടിനേറ്റ മുറിവിൻ്റെ ആഴം എത്രമാത്രമാണ്. ചാലുകളായി വീണ്ടും പുന്നപ്പുഴ ഒഴുകി തുടങ്ങി. പക്ഷേ 11ാം ദിവസം മുൻപ് നമ്മൾ കണ്ടത് അങ്ങനെ ആയിരുന്നില്ല. ഗതിമാറി ഒഴുകി ഭാരതപ്പുഴയോളം വീതിയിൽ പരന്നൊഴുകിയ പുഴയുടെ ഭാഗങ്ങളിലാണ് ഈ പാറക്കഷണങ്ങൾ നീണ്ടുകിടക്കുന്ന ഇടങ്ങൾ. ഉരുൾപൊട്ടി മലവെള്ളം പാഞ്ഞെത്തിയ പാറക്കൂട്ടങ്ങൾ മലയിടിഞ്ഞ് ഒഴുകിയെത്തിയ പ്രദേശമാണിത്. ഒരു പ്രദേശത്തെ തച്ച് തകർത്തുകൊണ്ട് പ്രകൃതി സംഹാര താണ്ഡവമാടിയത് എങ്ങനെയാണ് എന്ന് വിശദമാക്കുന്ന ദുരന്ത ഭൂമിയായ വെള്ളാർമലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളാർമല ഭാഗത്ത് ഉണ്ടായ ആഘാതം അത് എത്രമാത്രം വലുതാണ് എന്നത് നമ്മൾ
നേരിട്ട് കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആ സ്കൂളിൻ്റെ ഭാഗമാണ്, സ്കൂളിൻ്റെ പിന്നിലുള്ള ഭാഗമാണ്. അവിടെ വെള്ളാർമലയുടെ ഭാഗത്ത് തേയിലത്തോട്ടങ്ങളിരുന്ന ഭാഗത്ത് പുഴയോട് ചേർന്ന് പുഴയ്ക്ക് മുകളിലായി താമസിച്ചിരുന്ന മനുഷ്യരുടെ വീടുകളുണ്ടായിരുന്ന ഇടമാണ്. ഇതൊന്നും പുഴയോരമല്ല. എന്നാൽ ഇത്രയും പൊക്കത്തിൽ, ഒരു തെങ്ങോളം പൊക്കത്തിൽ വെള്ളം ഒഴുകിയെത്തിയെന്നാണ് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ പറയുന്നത്. അങ്ങനെ വന്ന മലവെള്ളം കൊണ്ടുപോയത് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെയാണ്, അവരുടെ ജീവിതങ്ങളെയാണ്. എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യർക്ക് സഹായം നൽകാൻ, ആ മനുഷ്യരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, നമ്മുടെ സഹോദരങ്ങളായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതിനാവശ്യമായ ഒരു സാഹചര്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ഒരുങ്ങും എന്നതാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ വെള്ളാർമല സ്കൂളിൻ്റെ പിന്നിലുള്ള ആ റോഡിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയും അത് നേരിട്ടറിയുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്.